ഇപ്പോൾ നാഗ്പൂരിലെ RSS ആസ്ഥാനത്തിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രധാന സേവകൻ നരേന്ദ്രമോദി, സർസംഘചാലക് തുടങ്ങി മുതിർന്നവരെല്ലാവരും സ്മൃതി മന്ദിരത്തിൽ പുഷ്പാഞ്ജലി അർപ്പിച്ച് വന്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ആദ്യമായി RSS ആസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്തിനൊപ്പം ആദ്യത്തെ 2 സർസംഘചാലക്മാരുടെയും സ്മൃതി കുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡോക്ടർ ജിയുടെയും ഗുരുജിയുടെയും. മറ്റൊന്ന്, ഇന്ന് ഡോക്ടർ ജിയുടെ ജയന്തിയാണ്. RSS സ്ഥാപകൻ ഡോക്ടർ കേശവ് ബലറാം ഹെഡ്ഗേവാറിൻ്റെ. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി 2007 RSS ആസ്ഥാനം സന്ദർശിച്ചിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയല്ല, പ്രചാരകനായി പലവട്ടം കടന്നു വന്നിട്ടുള്ള മന്ദിരത്തിലേക്ക് പ്രധാന സേവകനായി, പ്രധാനമന്ത്രിയായി നരേന്ദ്രൻ കടന്നു വരുന്നത് ഇതാദ്യം. പ്രധാനമന്ത്രിക്കൊപ്പം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം ആദ്യത്തെ 2 സർസംഘചാലകന്മാരുടെയും സ്മൃതി കുടീരത്തിൽ പ്രധാനമന്ത്രിയും സർസംഘചാലക്കും പുഷ്പാർച്ചന നടത്തുന്നതും വന്ദിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൗതം അനന്തനാരായണിലേക്ക് ഒരിക്കൽ കൂടി. ഗൗതം, ചരിത്രമാണ് അല്ലേ? രാഷ്ട്രമെന്ന് പറഞ്ഞാൽ കേവലം ഒരു തുണ്ട് ഭൂമി അല്ല എന്ന് പറഞ്ഞ് രാഷ്ട്ര സേവനത്തിനായി സ്വയം അർപ്പിക്കാനുള്ള യുവനിരയെ കെട്ടിപ്പടുത്ത ഇങ്ങനെയൊരു സംഘടനയുടെ ആവശ്യം നൂറ്റാണ്ട് മുമ്പേ തിരിച്ചറിഞ്ഞ ഡോക്ടർ കേശവ് ബലിറാം ഹെഡ്ഗേവാറിൻ്റെ ജയന്തി ദിനത്തിൽ പ്രധാന സേവകൻ, രാഷ്ട്രത്തിൻ്റെ അഭിമാനം, രാഷ്ട്രത്തിൻ്റെ മൂല്യം രാഷ്ട്രങ്ങൾ കടന്ന് രാജ്യാന്തര സീമകൾക്കപ്പുറത്തേക്ക് എത്തിച്ച നരേന്ദ്ര ദാമോദർദാസ് മോദി നാഗ്പൂരിൽ ഇന്ന് RSS ആസ്ഥാനത്തേക്ക് എത്തുമ്പോൾ കുറിക്കുന്നത് ചരിത്രം കൂടി. അതും 100ാം വർഷത്തിൽ ശതാബ്ദി പൂർത്തീകരണ പരിപാടികൾ പ്രഖ്യാപിച്ച വേളയിൽ. ഗൗതം. പ്രദീപിള്ള, അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിൻ്റെ ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നു. ഈ വർഷം ഒക്ടോബർ മാസം മുതൽ അടുത്ത വർഷത്തെ വിജയദശമി വരെയുള്ള 1 വർഷക്കാലം സംഘടന വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ, വിശേഷാൽ പ്രവർത്തനങ്ങളാണ്, ആഘോഷമല്ല മറിച്ച് വിശേഷാൽ പ്രവർത്തനങ്ങൾ ഈ ശതാബ്ദി വർഷത്തിൽ സംഘം കൊണ്ടാടുകയാണ്. അതേ സമയത്ത് തന്നെ, അതായത് ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലേക്ക് സംഘം കടക്കാൻ ഇനിയും ഏതാണ്ട് 4 മാസങ്ങൾ മാത്രം ശേഷിക്കെ ഇന്നത്തെ ഈ ഒരു യുഗപ്പിറവിയുടെ ദിനത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആസ്ഥാനത്തേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ നിമിഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തെ രൂപപ്പെടുത്തിയെടുത്ത സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം. 1950 ജനിച്ച നരേന്ദ്രമോദി തൻ്റെ 8ാം വയസ്സിൽ ബാലശാഖയിലൂടെ അദ്ദേഹം സ്വയം സേവകനാകുകയും പിന്നീട് നിത്യശാഖയിൽ തുടർച്ചയായി എത്തുകയും ചെയ്തു എന്നത് ചരിത്രമാണ്. അതിനുശേഷം 1971 ഇന്ന് അദ്ദേഹം നിൽക്കുന്ന അതേ റേസൻ ബാഗിലെ കാര്യാലയത്തിൽ നടന്ന 3യ വർഷ സംഘശിക്ഷാ വർഗ് അദ്ദേഹം കടക്കുന്നു. അതിനുശേഷമാണ് പിന്നീട് 1972 രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ പ്രചാരകമായി ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാറുന്നത്. പിന്നീട് 1978 വിഭാഗ് പ്രചാരകം, 1980 അദ്ദേഹം സംഭാഗ് പ്രചാരകമായി മാറി. 1987 ഗുജറാത്തിൻ്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായി രാഷ്ട്രീയ സ്വയം സേവക സംഘം തന്നെ അദ്ദേഹത്തെ BJPയിലേക്ക് അയക്കുന്നത്. അപ്പോൾ തൻ്റെ 8ാമത്തെ വയസ്സിൽ ഒരു ബാല സ്വയം സേവകനായി ഒരു ദീപാവലി ദിനത്തിൽ വട്നഗറിലെ ശാഖയിലേക്ക് എത്തിയ പുണ്യജന്മങ്ങളിൽ ഒരാൾ ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ ഹിന്ദുത്വ ദേശീയതയുടെ പാതയിലേക്കും ഈ രാഷ്ട്രമാണ് എനിക്കെല്ലാം, ഈ രാഷ്ട്രത്തിനായി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു സ്വയം സേവകനായി അദ്ദേഹത്തെ രൂപപ്പെടുത്തിയെടുത്ത ഈ മഹത്തരമായ പ്രസ്ഥാനം അതിൻ്റെ 100ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിലാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ എന്ന സംഘസ്ഥാപകൻ്റെ സ്മൃതി മണ്ഡപത്തിന് മുന്നിൽ അദ്ദേഹം കൈകൂപ്പി നിൽക്കുന്നത്. നമുക്കറിയാം, ആ സ്മൃതി മണ്ഡപം
അതോടൊപ്പം രണ്ട് പ്രധാന വ്യക്തിത്വങ്ങളുടെ സംഘത്തെ രൂപപ്പെടുത്തുകയും സംഘത്തെ വ്യാപിപ്പിക്കുകയും ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട അനശ്വര വ്യക്തിത്വങ്ങളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണത്. ഒന്ന് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ. അദ്ദേഹം സംഘം സ്ഥാപിച്ച ശേഷം 1940 ഏതാണ്ട് മുഴുവൻ സമയവും ഈ ദേശത്തിനായി 1889 അദ്ദേഹം ജനിക്കുന്ന കാലം മുതൽ പിന്നീട് അദ്ദേഹം മരണപ്പെടുന്ന സമയം വരെ തൻ്റെ മുഴുവൻ സമയവും സംഘപ്രവർത്തനത്തിനായി മാറ്റിവെച്ച് ആദ്യം വിപ്ലവ പ്രസ്ഥാനമായ അനുശീലൻ സമിതിയിലാണെങ്കിലും പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നാഗ്പൂരിലെ നേതാവായുമൊക്കെ അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾ നടത്തുകയും 1925 അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപീകരിച്ച് ഇന്ന് നാം കാണുന്ന രീതിയിലേക്ക് സംഘടനയെ എത്തിക്കുന്നതിലൊക്കെ നിർണായകമായ പങ്ക് വഹിച്ച അദ്ദേഹം 1940 മരണപ്പെടുന്നു. അതിനുശേഷം പിന്നീട് സംഘത്തിൻ്റെ വ്യാപനം നടക്കുന്നത് ശരിക്കും ഗുരുജി ഗോൾവാൾക്കറുടെ കാലഘട്ടത്തിലാണ്. അതായത് RSSൻ്റെ 6 സർസംഘചാലകന്മാരുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 32 വർഷക്കാലം സർസംഘചാലകമായിരുന്ന ഗുരുജി ഗോൾവാൾക്കർ. സംഘം സ്ഥാപിച്ച ഡോക്ടർജി തന്നെ ഏതാണ്ട് 14 വർഷമാണ് സർസംഘചാലക് പദവിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഗുരുജി ഗോൾവാൾക്കറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതാണ്ട് 32 വർഷക്കാലം ഈ സംഘടനയുടെ തലപ്പത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഗുരുജിയുടെയും സ്മൃതി ചിഹ്നം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സംസ്കരിച്ചത് അവിടെയാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം അവിടെ ഒരു സ്മൃതി ചിഹ്നം മാത്രമേ ഒരുക്കിയിട്ടുള്ളൂ. കാരണം അദ്ദേഹം പറഞ്ഞിരുന്നത് അവിടെ ഒരു സ്മൃതി മണ്ഡപം എനിക്കായി ഒരുക്കരുത് എന്നുള്ളതായിരുന്നു. കാരണം ഡോക്ടർജിയാണ് സംഘം സ്ഥാപിച്ചത്, തന്നെ സംഘത്തിലേക്ക് എത്തിക്കുന്നതും ഒരു സ്വയം സേവക വളർത്തി പിന്നീട് എല്ലാം ആക്കിയത് ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറാണ്. അതിനാൽ അദ്ദേഹം അന്ത്യവിശ്രമം ഒരുങ്ങുന്ന സ്ഥലത്ത് എനിക്കായി ഒരു സ്മൃതി മണ്ഡപം ഒരു കാരണവശാലും നിർമ്മിക്കരുത് എന്ന് ഗുരുജി ഗോൾവാൾക്കർ പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ സ്വയം സേവകർ അവിടെ ഒരു സ്മൃതി ചിഹ്നമാണ് ഒരുക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം പക്ഷേ അവിടെ തന്നെ സംസ്കരിച്ചു. കാരണം ഗുരുജി ഗോൾവാൾക്കർ തന്നെ ആവശ്യപ്പെട്ടിരുന്നത് തന്നെ ഡോക്ടർജിക്ക് അരികിൽ അന്ത്യവിശ്രമം ഒരുക്കണം, എന്നാൽ സ്മൃതി മണ്ഡപം പാടില്ല. ഇതായിരുന്നു ഗുരുജിയുടെ നിർദ്ദേശം. അതിനാൽ തന്നെ സ്വയം സേവകർ അവിടെ ഒരു സ്മൃതി ചിഹ്നം ഗുരുജിയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. ഒരു തീജ്വാലയുടെ പ്രതീകം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം ഈ രാഷ്ട്രത്തിനായി സമർപ്പിക്കുന്നു എന്ന പ്രതീകാത്മകമായാണ് അവിടെ ഒരു തീജ്വാല രൂപപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുഷ്പാർച്ചന നടത്തുന്നു. ഒപ്പം ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ സ്തൂപത്തിലും അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയാണ്. ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തണം. അതായത് പ്രദീപുള്ള നെഹ്റുവിന്റെ കാലത്ത് ഈ സ്മൃതി മണ്ഡപം കോൺഗ്രസ് അടിച്ചു തകർത്തതാണ്. ആ കാര്യം കൂടി നമ്മൾ ഈ സമയത്ത് പറയേണ്ടതാണ്. ഒരുപക്ഷെ അധികം ആളുകൾക്ക് അറിയാത്തൊരു ചരിത്രമാകും. നെഹ്റുവിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏകാധിപത്യം നിലനിന്നിരുന്ന കാലഘട്ടമാണ്. ആ കാലത്ത് ഈ സ്മൃതി മണ്ഡപം അടിച്ചു തകർത്തു. പിന്നീട് ഗുരുജിയുടെയും മറ്റ് സ്വയം സേവകരുടെയും നേതൃത്വത്തിലാണ് ഇന്ന് കാണുന്ന സ്മൃതി മണ്ഡപം ഒരിക്കൽ കൂടി പുനർനിർമ്മിച്ചത്. അങ്ങനെയുള്ള ഒരുപാട് ചരിത്രമുള്ള ഈ നാഗ്പൂരിന്റെ മണ്ണിലാണ് ഭാരതത്തിന്റെ പ്രധാന സേവകൻ നരേന്ദ്രമോദി ഇപ്പോൾ എത്തി. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അകത്തെ ചടങ്ങുകൾ പൂർത്തിയായിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ നിൽക്കുന്ന ഈ പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിലൂടെ ഭാരതത്തിന്റെ പ്രധാന സേവകൻ ഇപ്പോൾ കടന്നു വരും. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലായിടത്തും ഒരുക്കിയിട്ടുണ്ട്. ഇതിനുശേഷം അദ്ദേഹം BR അംബേദ്കറുമായി ബന്ധപ്പെട്ടുള്ള ദീക്ഷഭൂമിയിലേക്കാണ് പോകുന്നത്. അവിടെയും പുഷ്പാർച്ചനയ്ക്ക് ശേഷം പിന്നീട് സംഘത്തിൻ്റെ തന്നെ വേദിയായിട്ടുള്ള മാധവ നേത്രാലയയുടെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. എന്തായാലും ചരിത്ര നിമിഷത്തിലൂടെ നമ്മുടെ രാഷ്ട്രം കടന്നു പോകുകയാണ്. ഭാരതത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും ലോകത്തിലെ ഏറ്റവും മഹത്തരമായ രാഷ്ട്രം, ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി വളരുന്ന ഭാരതത്തിൻ്റെ നായകൻ, ലോകനായകൻ, പ്രധാനമന്ത്രിയും ഒരുമിച്ച് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആസ്ഥാനത്ത്, അതും ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ ജന്മദിനമായ ഹിന്ദു കലണ്ടർ പ്രകാരമുള്ള ഒരു പുതുവർഷത്തിൽ ഈ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒരു പവിത്രമായ മണ്ണിൽ നിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ച് RSS കാര്യാലയത്തിൽ നിന്നും മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണാം. അദ്ദേഹത്തിന്റെ പൈലറ്റ് വാഹനം ഇപ്പോൾ കേശവദ്വാർ എന്ന ആ കമാനത്തിന് താഴെക്കൂടെ ഇപ്പോൾ തിരിച്ച് മടങ്ങുകയാണ്. ഇനി അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ BR അംബേദ്കറുമായി ബന്ധപ്പെട്ടുള്ള ദീക്ഷഭൂമിയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. BR അംബേദ്കർ 40,000-ഓളം തൻ്റെ അനുയായികളുമായി ചേർന്ന് ബുദ്ധമതം സ്വീകരിച്ച അവിടെ എത്തി പ്രധാനമന്ത്രി അംബേദ്കർക്ക്
അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തും. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പൈലറ്റ് വാഹനം RSS ആസ്ഥാനത്ത് നിന്നും തിരിച്ചു മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം പുറത്തേക്ക് വരും. അദ്ദേഹത്തിനൊപ്പം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും നാഗ്പൂർ MP-യും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുമായ നിതിൻ ഗഡ്കരിയുമുണ്ട്. ഈ രണ്ട് നേതാക്കളും നാഗ്പൂരിൽ നിന്ന് തന്നെയുള്ള നേതാക്കളാണ്. രാഷ്ട്രീയ സ്വയം സേവക സംഘം പിറന്നു വീണ നാഗ്പൂരിൽ നിന്നാണ് നിതിൻ ഗഡ്കരി MP ആകുന്നത്. MLA ആയി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് എത്തുന്നതും നാഗ്പൂരിൽ നിന്നും വിജയിച്ചാണ്. അതിനാൽ ഈ രണ്ട് നേതാക്കളും പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ വാഹനത്തിനൊപ്പം ഈ മുഖ്യമന്ത്രിയും നിതിൻ ഗഡ്കരിയും പോകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനം വ്യൂഹം ഓരോന്നായി ഘട്ടം ഘട്ടമായി പൈലറ്റ് വാഹനങ്ങളും മറ്റും പുറത്തേക്ക് വരുന്നു. എന്തായാലും പ്രധാനമന്ത്രി RSS കാര്യാലയത്തിൽ നിന്നും ഇപ്പോൾ മടങ്ങുന്നു. ശേഷം 10 മണിക്ക് അദ്ദേഹം വീണ്ടും മാധവ നേത്രാലയയുടെ ഈ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്ന വേദിയിലേക്ക് എത്തും. അവിടെ വെച്ചാണ് അദ്ദേഹം പൊതുസമ്മേളനത്തിൽ സംസാരിക്കുക. രാഷ്ട്രീയ സ്വയം സേവക ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രി നിന്നും ഇപ്പോൾ മടങ്ങുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി, ഒപ്പം മഹാരാഷ്ട്രയിലെ മറ്റ് മുതിർന്ന മന്ത്രിമാർ, BJP സംസ്ഥാന അധ്യക്ഷൻ, ഇവരുടെ എല്ലാം വാഹനങ്ങളും പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ പോകുന്നുണ്ട്. RSSന്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും സർക്കാരിവാഹ ദത്താത്രേയ ഹൊസബളയും ഒപ്പം സംഘത്തിന്റെ അഖില ഭാരതീയ അധികാരികളും അവരെല്ലാം കാര്യാലയത്തിനകത്ത് തന്നെയാണുള്ളത്. അവർ കാര്യാലയത്തിൽ പ്രധാനമന്ത്രിക്കൊപ്പം നിന്നൊരു എല്ലാവരും കൂടി നിന്ന് സർസംഘചാലകം മോഹൻ ഭാഗവതും അതോടൊപ്പം പ്രധാനമന്ത്രിയും എല്ലാം ഒരുമിച്ച് ചേർന്ന് നിന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമെന്ന് ഇന്നലെ തന്നെ സംഘത്തിന്റെ അധികാരികൾ പറഞ്ഞിരുന്നു. അതൊരു പക്ഷേ ചിത്രീകരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിനുശേഷം എല്ലാവരും ഇരുന്നൊന്ന് ചായ കുടിച്ചതിന് ശേഷമാണ് പിന്നീട് സ്മൃതി മണ്ഡപത്തിലെത്തി അവിടെ പുഷ്പാർച്ചന നടക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ഇവിടെ നിന്ന് മടങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. പ്രദീപുള്ള.